ഈ കാണുന്നതേ മുസ്ലിമും ഇറാനിയും ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു ജൂത പെൺകുട്ടിയാണ്. ജൂത സയനിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു പെൺകുട്ടി. ആളുടെ പേര് പ്രൊഫൈൽ അടക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആളുടെ പേര് മൊർട്ടിസിയ ആഡംസ്. മൊർട്ടിസിയ ആഡംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജൂത പെൺകുട്ടിയാണ്. ആള് കത്തിച്ചത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, 2022 അങ്ങ് എവിടെ കത്തിച്ചതാണ്? കാനഡയിൽ നിന്ന് കത്തിച്ചതാണ്. അപ്പോൾ ആളുടെ കംപ്ലീറ്റ് പ്രൊഫൈൽ വിത്ത് ഡീറ്റെയിൽസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് ഇറാനിൽ ഇതോ തീ കത്തിച്ചു, ഇറാനിൽ കത്തിച്ചു, വെട്ടിച്ചു, പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ പട്ടിക്കാട്ടങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതിൽ വേറെ ചിന്തിക്കാനൊന്നുമില്ല. പിന്നെ ഇത്തരത്തിലുള്ള ന്യൂസുകളുടെ താഴത്ത് വന്നിട്ട് ചില ആളുകളുടെ പോസ്റ്റുകൾ കണ്ടു. നമ്മുടെ നാട്ടിലെ സംഘീകുട്ടന്മാരുടെ ഒരു കാര്യം ഇവന്മാർ അറിയുന്നില്ലല്ലോ ലോകത്ത് എന്താ നടക്കുന്നത് എന്നുള്ളത്. അത് അതിന് താഴത്ത് വന്ന ചില ഇത് വാങ്ങിച്ചിടാം. വെൽഡൺ റിമൂവ് ഇസ്ലാം ഫ്രം വേൾഡ് മാപ്പ്. എൻ്റെ പൊന്നെ, നിൻ്റെയൊക്കെ മൂട്ടിൽ ബോംബ് പൊട്ടിട്ട് നോക്കിയിരുന്നോ? അൻഷ് കുമാറിൻ്റെ ഏതോ ഇന്ത്യൻ സംഗീ, വേറെ ഒന്നുമില്ല, വേറെ മറ്റൊരു വളുപ്പം പറഞ്ഞത് കേട്ടോ, ജയ് ശ്രീരാം എന്ന്. ഇങ്ങനത്തെ പോസ്റ്റുകളുടെയും താഴ്ത്തിയൊക്കെ ജയ് രാമൻ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാ? വില്ല് കൊലച്ചുകൊണ്ട് കാര്യമുണ്ടോ? അവിടെ രാവണനൊന്നും ഇല്ല രാമന് കൊല്ലാൻ വേണ്ടിയിട്ട്. ഇനി ഹനുമാനെ വേണേ വിട്ടോ, നാട്ടിൽ 4 കുരങ്ങന്മാരെ വിട്ടു നോക്കി, ചിലപ്പോൾ അവന്മാരെ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു വരും കേട്ടോ. അതുകൊണ്ട് അത് നടക്കൂല എൻ്റെ പൊന്നു ചങ്കിക്കുട്ടന്മാരെ. വേറൊരു ചങ്കി ഇട്ടതാട്ടോ, ഇറാൻ വിൽ ബി ആൻ ഹിന്ദു കൺട്രി, ജയ് ശ്രീരാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ സംഗി എന്ന് പറഞ്ഞല്ലോ, ഈ ഈ പച്ചക്ക് പറഞ്ഞ തിട്ടത്തിലെ പുഴുക്കളുണ്ടാവില്ലേ, ഈ കിടന്ന് അലിഞ്ഞ് ഇതാവുന്ന, ഇങ്ങനെ പറയില്ല, അതിൻ്റെ വില പോലും ഈ സംഖ്യക്ക് ഇല്ല. വേൾഡിൽ എന്ത് നടക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത് അറിയില്ല. അതിൻ്റെ താഴത്തൊക്കെ ഇപ്പോൾ ജയ് ശ്രീരാം ജയ് ശ്രീരാം ജയ് ശ്രീരാം എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വെറുതെ അല്ല, അമേരിക്കക്കാർ ഹിന്ദുസിനെ മൊത്തം അവിടെ നിന്ന് കെട്ടിക്കിടന്നവരുണ്ട്. അവന്മാർ അവിടെയും പോയി വിളിക്കുന്നത് രാമനെയും മറ്റേ ഹനുമാനിയും ഒക്കെ അല്ലേ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് അവിടെ എന്താ പറയുക, നമ്മൾ ആദ്യം കാണിച്ച ഇതിലെ വീഡിയോ നമ്മൾ കാണിച്ചത് കേട്ടോ. അതായത് ആ പെണ്ണിൻ്റെ പേര് മൊർട്ടിസിയ ആഡംസ് ആണ്. ഒരു ജൂയിഷ് പെൺകുട്ടിയാണ്. ടൊറാൻഡോയിലാണ്, ഇവിടുത്തെ നമ്മുടെ കാനഡയിൽ. ഇപ്പം ഇത്തരത്തിലുള്ള ഫേക്ക് വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ആ ഫേക്ക് വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ നാട്ടിലെ പാവ സംഘികളെ വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടില്ലേ. നമ്മുടെ എച്ച് എൽ മുസ്ലിം ആണെങ്കിലും വിദഗ്ധൻ കുറേ പറ്റിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് ഇന്ന് മറ്റൊരു വീഡിയോ കണ്ട, അത് കണ്ടപ്പോഴാണ് നമ്മുടെ അടുത്ത പൊട്ടനെ പറ്റി സംസാരിച്ചത്. ഈ മറുനാടൻ പൊട്ടൻ പറഞ്ഞതാ, ഖമേനിയുടെ ചിത്രം തീയിട്ട് യുവതികൾ, യുദ്ധത്തിനൊരുങ്ങി ട്രംപ്, ഇറാൻ കത്തുന്നു, ബോംബിടാനൊരു എന്തൊക്കെയോ എഴുതി വിട്ടിട്ടുണ്ട്. ഈ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്താണേലും എൻ്റെ പൊന്നു പൊട്ട എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുമ്പോഴേ ഇപ്പൊ ഈ പറഞ്ഞ ജൂതന്മാരുടെയും അമേരിക്കക്കാരുടെയും ആസനം നക്കിയിട്ട് ഇമ്മാതിരി സംഘികളോട് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ചെയ്യുന്ന മാതിരി ചെറ്റ പരിപാടികളുണ്ടല്ലോ അവിടെ നടക്കുന്നത്. ആകവൻ കാണുന്നത് വല്ല ഈ പറഞ്ഞ ഈ സംഘികളുടെ ചാനലും അല്ലെങ്കിൽ സംഘികളെ സൂചിപ്പിക്കുന്ന ചാനലാണ്. അതിൽ നിന്ന് കിട്ടുന്ന ന്യൂസൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ട് ഇമ്മാതിരി പാവപ്പെട്ടിട്ടുള്ള പറ്റിക്കാൻ വേണ്ടി മാത്രം ജനിച്ചിട്ടുള്ള ഒരു തരം മലൻ ജന്മം. വേറെ എന്ത് പറയാനവനൊക്കെ അല്ലേ. അവൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ വീഡിയോൻ്റെ തമ്മിലാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് നമ്മുടെ നാട്ടിൽ യഥാർത്ഥം നടക്കുന്ന അവസ്ഥ. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞതെന്ന് മാറിയിട്ട് വേറെ കുറച്ച് പുതിയ ഡീറ്റെയിൽസുകൾ അവിടെ വന്നിട്ടുണ്ട്. ഇറാനിൽ ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടു, നെതന്യാഹു ഡയറക്റ്റ് തന്നെ ഒരു യുദ്ധത്തിന് നെതന്യാഹു ഒരുങ്ങുന്നില്ല എന്നാ പറഞ്ഞത്. പേടിയുണ്ട്. ഇറാൻ അവിടെ 4 ബോംബ് പൊട്ടിച്ച് കഴിഞ്ഞാൽ, 4 മിസൈൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ സയനിസ്റ്റ് നേതാവിൻ്റെ അണ്ടവും പടലും മൂടും. അത് പേടിയുള്ളതുകൊണ്ട് തന്നെ മാക്സിമം യുദ്ധം ചെയ്യാണ്ട്. എന്നാലും അമേരിക്കക്ക് എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്ത് അവിടുത്തെ എണ്ണ എടുക്കണമെന്ന് നമ്മുടെ അമേരിക്കയിലെ നമ്മുടെ പോയ കോടാലി എന്ന് പറഞ്ഞ ട്രംപിന് അങ്ങനെ ചിന്തയുണ്ട്. അപ്പം നെതന്യാഹു ഇന്നലെ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ വ്യാജ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആദ്യം നമ്മൾ കാണിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്നുള്ളത്. ആ പെൺകുട്ടി ഒരു മുസ്ലിം അല്ല, ഒരു ഇറാനിയല്ല, ഇറാനിൽ ജീവിക്കുന്ന ഒരാൾ പോലും അല്ല. ആളൊരു സയനിസ്റ്റ് ജൂത പെൺകുട്ടി, അതും ഇസ്രായേലിൽ പോലും അല്ലാതെ സയനിസം പരത്തുന്ന ഒരു കാനഡയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി. ഇനി അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ നിലപാടിനെ പറ്റി നമ്മൾ കുറച്ചുകൂടെ സംസാരിക്കുന്നുണ്ട്. അതായത് ട്രംപിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറാനെ ആക്രമിക്കാനാണ് ട്രംപ് തയ്യാറെടുക്കുന്നത്. പക്ഷേ ഇപ്പം ചില ചർച്ചയ്ക്ക് ഇറങ്ങാം എന്നുള്ള ചിന്ത സത്യത്തിൽ ട്രംപിനും അതുപോലെ തന്നെ നെതന്യാഹുവിനും ഉണ്ട്. അതിന് കൂടുതൽ കാരണമായിട്ട് അവർ പറയുന്ന കാര്യം, ഈ പെൻറ്റഗൺ എന്നുള്ളൊരു മുന്നറിയിപ്പ് വന്നു എന്നുള്ള ഡീറ്റെയിൽസാണ് വന്നത്. അതായത് ഇറാൻ ഇറാൻ ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ അമേരിക്കയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഖത്തറിലും സൗദിയിലും ഒക്കെ ഉള്ള ബേസുകളിൽ എന്താണെങ്കിലും ഇറാൻ കൊണ്ട് മിസൈൽ പൊട്ടിക്കും. അങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ വെറുതെ നിൽക്കില്ല. ഈ രാജ്യങ്ങളാരും തിരിച്ച് ഇറാൻ ആക്രമിക്കാൻ വരില്ല എന്നുള്ള ഇറാൻ ചിന്തിക്കുന്ന പോലുമില്ല. കാരണം ഇവരൊക്കെ സപ്പോർട്ട് അമേരിക്കയുടെ സപ്പോർട്ടോട് മാത്രം മിലിറ്ററി രൂപീകരിച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ ഖത്തറാണെങ്കിലും ഇവരാണെങ്കിലും സ്വന്തമായിട്ടൊരു നിലപാടോ തീരുമാനങ്ങളോ ഒന്നുമില്ല. എന്താണോ അമേരിക്കൻ ചാടാൻ പറയുമ്പോൾ ചാടും, ഓടാൻ പറയുമ്പോൾ ഓടും, ക്കാൻ പറയുമ്പോൾ നക്കും. ഇതാണ് അമേരിക്കയുടെ അണ്ടറിൽ ജീവിക്കുന്ന ഈ ഖത്തറും UAE ഒക്കെ സൗദി ഇന്ത്യ ഒക്കെ അവസ്ഥ അത് തന്നെയാണ്. അപ്പം തിരിച്ച് ഇറാൻ അവിടെ പോയിട്ട് ഒരു ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അമേരിക്ക എന്ത് പൊട്ടിക്കുന്നു, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഇറാനിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊന്നും പൊട്ടിക്കാനില്ല. അങ്ങനെ വരുമ്പോൾ അമേരിക്കയായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ഇടയിൽ ഇഷ്യൂ വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഒരു നീക്കത്തിലോട്ട് എത്രത്തോളം അമേരിക്ക നീങ്ങും എന്നുള്ള കാര്യം
നല്ല രീതിയിൽ ട്രംപ് പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെയും കാര്യം തന്നെ, ഇസ്രായേൽ പൊട്ടിച്ചത് നമ്മൾ കണ്ടു, 12 ദിവസത്തെ ആ ഒരു യുദ്ധത്തിൽ എത്ര ബോംബാണ് ഇസ്രായേൽ പൊട്ടിയത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നല്ല പേടി ഇപ്പം ഉണ്ട്. ഇസ്രായേൽ തന്നെ നേരിട്ട് ഇത് ഒരു നേരത്തെ വന്നൊരു ന്യൂസാണ് കേട്ടോ. ഇസ്രായേലീസ് നെതന്യാഹു ആസ്ക് റഷ്യൻ പ്രസിഡന്റ് ടു പാസ് മെസ്സേജ് ടു ഇറാൻ ഡിനൈങ് അറ്റാക്ക്. ഓക്കെ, അതായത് നെതന്യാഹു നേരിട്ട് റഷ്യ ത്രൂ ആണ് അവരെ മെസ്സേജസ് പാസ് ചെയ്യുന്നത്. അതായത് പുടിനോണ്ട് മെസ്സേജസ് പാസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇറാനോട് അറ്റാക്ക് ഡിനൈ ചെയ്യാൻ, അതായത് അറ്റാക്കിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് നെതന്യാഹു തന്നെ നേരിട്ട് റിപ്പോർട്ട് നമ്മുടെ റഷ്യൻ പ്രസിഡന്റിന്റെ അടുത്തോട്ട് എത്തിച്ചു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. നെതന്യാഹു സെൻഡ് മെസ്സേജ് ടു ഇറാൻ ത്രൂ പുടിൻ. ഇസ്രായേൽ ഡസിൻ വാണ്ട് വാർ. ഓക്കെ, ഇതാണ് ഇത് കുറേ ഇതിലായി. ഇത് ജെറുസലേം പോസ്റ്റിൽ വന്നിട്ടുള്ളതാട്ടോ ഈ ന്യൂസ്. അല്ലാണ്ട് ഞാൻ വെറുതെ പടച്ചു വിട്ടൊന്നുമില്ല. റോയിറ്റേഴ്സിന്റെ ക്രെഡിറ്റ് ത്രൂ ആണ് അവർ എടുത്തിട്ടുള്ളത്. ജെറുസലേം പോസ്റ്റിലാണ് വന്നത്. റിപ്പോർട്ട് വിച്ച് ക്രെഡിറ്റ് ഡിപ്ലോമാറ്റിക് സോഴ്സസ് സ്റ്റാർട്ടഡ് ദാറ്റ് നെതന്യാഹു കോൾഡ് പുടിൻ ടു ഡെലിവർ ദ മെസ്സേജ് ടു ഇറാൻ ആഫ്റ്റർ എ റീസെന്റ് റൈസ് ടെൻഷൻ ബിറ്റ്വീൻ ടെഹ്റാൻ ആൻഡ് ജെറുസലേം. അപ്പം ഇവർ പേടിച്ചിട്ടുണ്ട്. ഇവർ വിചാരിച്ചു ഒരു 2-3 ദിവസം കൊണ്ട് മാക്സിമം ഈ ജൂത എന്താ പറയുക, ഈ മൊസാദിനെയും CIA ഒക്കെ വെച്ചിട്ട് അവിടുത്തെ കുറച്ച് ആൾക്കാരെ ഇളക്കി വിട്ട് മൊത്തത്തിൽ 2 ദിവസം കൊണ്ട് ഇറാനിലെ ഇപ്പോഴത്തെ ഒരു റെജിമെന്റ് ചേഞ്ച് വരുത്തും, ഖമേനിനെ പുറത്താക്കിയിട്ട് അവർക്ക് തോന്നിയ പോലെ ഷാ ഭരണകൂടം പണ്ട് അവിടുത്തെ ജനങ്ങളെ തിരിച്ചു മറച്ചു വിട്ടിട്ടുള്ള ഷാ ഭരണകൂടം തിരിച്ചെടുക്കാം എന്നുള്ളത് ഒരു ചിന്ത വന്നിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അവിടെ ഭയങ്കരമായിട്ട് അവിടുത്തെ എന്താ പറയുക, ഖമേനിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ ഭരണത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ചെയ്യുന്നതും പറയുന്നതും ഒന്നുമല്ല അവിടുത്തെ കാര്യം എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കി കാണിക്കുന്നത്. ഇനി ജനകീയ പ്രതിഷേധങ്ങളും സർക്കാർ അനുകൂല റാലികളും നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു അല്ലേ. പ്രതിഷേധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇറാനിൽ. നമ്മളവിടെ കാണിക്കുന്ന അമേരിക്കൻ മീഡിയ അല്ലെങ്കിൽ ബ്രിട്ടീഷ് മീഡിയയും നമ്മുടെ നാട്ടിലെ സംഘി മീഡിയയും കാണിക്കുന്ന വാർത്തകളല്ല യഥാർത്ഥത്തിൽ സത്യമായിട്ട് അവിടെ നടക്കുന്നത്. അവിടെ തന്നെയുള്ള ഒരാൾ പറയുന്ന കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ അതിന് ലാസ്റ്റ് വെച്ച് വരാട്ടോ. അതായത് ഗവൺമെന്റ് വിരുദ്ധ പ്രതിഷേധങ്ങൾ തണുത്ത് വരികയും അതേ സ്ഥാനത്ത് തന്നെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതിഷേധങ്ങൾ, അതായത് അവർക്കെതിരെ പ്രതിഷേധക്കാർക്കെതിരെ പ്രതിഷേധം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ് ഇറാനിൽ എന്നാണ് ഇപ്പം പറയുന്നത്. അതിൽ ഒരുപാട് ബദൽ റാലികൾ കൂടിക്കൂടി വരുന്നുണ്ട്. ജനങ്ങളുടെ നിലപാട്, ഇറാനികൾക്ക് വിലക്കയറ്റത്തെക്കുറിച്ച് പരാതിയുണ്ട്. വിദേശ രാജ്യങ്ങൾ അമേരിക്ക, ഇസ്രായേൽ ഇവരുമായിട്ടുള്ള നയതന്ത്രത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം മറ്റ് പല രാജ്യങ്ങളുമായിട്ട് ഇറാന്റെ പ്രതിരോധം അല്ലെങ്കിൽ ഇറാന്റെ എന്താ പറയുക ഉപരോധങ്ങളെ പറ്റി ഇവർക്ക് ഒരുപാട് പരാതിയുണ്ട്. അതിനെതിരെ ഗവൺമെന്റിനെതിരെ അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ റെജിമെന്റ് ചേഞ്ചിനൊന്നും അവിടുത്തെ ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി വിദേശ ഇടപെടലുകളെ പറ്റി, ഇറാനിലെ എന്താ പറയുക, ഇറാന്റെ പുറത്ത് ഇപ്പോൾ US-ലും കഴിഞ്ഞ ദിവസം തുർക്കിയിലും അതുപോലെ പല സ്ഥലങ്ങളിലും വലിയ വലിയ റാലികളുണ്ട്. ഈ റാലികൾ അവിടെ നടത്തുന്നത് ഈ പറഞ്ഞ ഇറാനികളോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളോ ഒന്നുമല്ല. അവിടുത്തെ കുറേ സയനിസ്റ്റ് സപ്പോർട്ടേഴ്സും അല്ലെങ്കിൽ മൊസാദ് തിരിച്ചുവിടുന്ന കുറേ സയനിസ്റ്റ് സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ജൂതന്മാരാണ് ഇറാനിലെ ഭരണം മാറണം എന്നും പറഞ്ഞ് നടക്കുന്നത്. അതായത് അവിടെ സുഖമായിട്ട് ജീവിക്കുന്നവന്മാർക്ക് ഒരു കുത്തിക്കഴപ്പിന് പൈസ കൊടുത്ത് അമേരിക്കയും ഇസ്രായേലും കൂടെ ചെയ്യിക്കുന്ന പരിപാടികളാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേറെ 1-2 പോസ്റ്റുകൾ ഞാൻ കാണിച്ചുതരാം. മൊസാദിൻ്റെ നിന്ന് പറയപ്പെടുന്ന ചില പേജുകളുണ്ട്. ആ മൊസാദ് ഫാസി, അവര് പാസി ഭാഷയിൽ ലെറ്റ്സ് കം ഔട്ട് ടു ദ സ്ട്രീറ്റ് ടുഗെദർ, ദ ടൈം ഹാസ് കം, വി ആർ വിത്ത് യു നോട്ട് ജസ്റ്റ് ഫ്രം ആഫ്റ്റർ ദ വെർബലി, വി ആർ വിത്ത് യു ഇൻ ദ ഫീൽഡ് ആസ് വെൽ. അതായത് മൊസാദ് പറയാം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ പുറത്തോട്ട് വാ. പാസി ഭാഷയിൽ അവിടുത്തെ സോഷ്യൽ മീഡിയകളിൽ ഇവന്മാർ പരത്തിക്കൊണ്ടിരിക്കുക, നിങ്ങൾ പുറത്തോട്ട് പോകാൻ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ഈ റെജിമെന്റ് ചേഞ്ചിന് അല്ലെങ്കിൽ ഇറാന്റെ ഭരണകൂടത്തിനെതിരെ സംസാരിക്കാം. അപ്പോൾ ഇതിൽ വ്യക്തമാണ് ഇതിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പങ്ക് എന്താണ്. അല്ലാതെ നമ്മുടെ മലനാടൻ്റെ പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നത് ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാണിക്കില്ല, അവിടെയൊക്കെ ഇങ്ങനെ തന്നെ നടക്കുന്നത്. ഇവർ മൊത്തം ഇറാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്, അതൊന്നും നമ്മുടെ നാട്ടിലെ മീഡിയകൾ കാണിക്കുക. നമ്മുടെ നാട്ടിലെ മീഡിയയിൽ നീയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എല്ലാ കൊള്ളരുതായ്മയും, നീ കപ്പിടുന്നവരെ കാണിക്കുന്നത്, അതുപോലെ തപ്പിയാണ് നീ ഡെയിലി സംഖ്യയുടെ വായിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നീയൊക്കെ പിടിച്ചു നിൽക്കുന്നതും. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. ജെറുസലേം പോസ്റ്റ് തന്നെ അടുത്ത വേറെ പോസ്റ്റ് വാങ്ങിച്ചിട്ട് കേട്ടോ. മൊസാദ് സ്പോസ് ഇറാൻ പ്രൊട്ടസ്റ്റ് സേസ് ഏജന്റ് വിത്ത് demonstrators in Farsi message. A protest grew across Iran. The Mossad posted an unusual Farsi message urging demonstrators to act, saying it is with them in the street amid rise economic pressure and public unrest. ഇത് തന്നെ അവരുടെ പരിപാടി. അവരായിട്ട് പല സാധനങ്ങൾ അയച്ചു വിടുന്നു, പുറത്തോട്ട് വിടുന്നു, അത് വെച്ചിട്ട് അവിടുത്തെ ഭരണം ഇല്ലാണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഇതാണ്. ഇതൊക്കെ ഞാൻ വെറുതെ അടിച്ചു വിടുന്നല്ലോ, ജെറുസലേം പോസ്റ്റിലും അങ്ങനത്തെ പല സ്ഥലങ്ങളിലും വരുന്ന കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, തുർക്കിയുടെ നിലപാട് നമ്മൾ ചിന്തിക്കണം. തുർക്കിയിൽ കുറച്ച് എന്താ പറയുക, ഈ സയനിസ്റ്റുകൾ ചേർന്ന് ഇറാൻ ആൻറ്റി പ്രൊട്ടസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നത് മാത്രമല്ല, അവിടുത്തെ ഭരണപക്ഷത്തിൻ്റെ നിലപാട് എടുക്കുകയാണെങ്കിൽ അവർ തന്നെ ഈ ഷാ ഭരണകൂടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മൊത്തം സയനിസ്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്, ഇറാനീസ് ആയിട്ടുള്ള ആളുകൾ. അപ്പം തുർക്കിയുടെ സപ്പോർട്ട് പണ്ടുള്ള പോലെ ഒന്നുമല്ല, തുർക്കിയുടെ സപ്പോർട്ട് എത്രത്തോളം ഇറാൻ ഉണ്ട് എന്നുള്ളത് ഇൻഡയറക്റ്റ്ലി ഇതിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്നത് മാത്രമല്ല,
അവിടുത്തെ കലാപങ്ങളിൽ ഒരു 3 വയസ്സുകാരി വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അത് പട്ടാളക്കാർ ഇവിടെ ഇറാന്റെ സൈന്യത്തിന്റെ സൈഡിൽ നിന്നല്ല, അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സൈഡിൽ നിന്ന് വെടിവെച്ചിട്ട് ഒരു 3 വയസ്സുകാരി മരിച്ചു എന്നുള്ള റിപ്പോർട്ട് ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവിടുത്തെ സർക്കാർ നോക്കുന്നത് ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ, അതായത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളല്ല സർക്കാർ ഈ പ്രൊട്ടസ്റ്റ് എന്നുള്ള പേരിൽ അവിടെ തീവ്രവാദം കളിച്ചിട്ട് അവിടുത്തെ പള്ളികൾ, അവിടെ ഒരുപാട് പള്ളികൾ, അങ്ങനെ ഒരു ന്യൂസും വന്നു കേട്ടോ. രാത്രി കാലങ്ങളിൽ ഗുമിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എന്താ പറയുക, അസാധാരണമായിട്ട് രാത്രിയിൽ ചെറിയ കലാപകാരികൾ ഇറങ്ങിയിട്ട് അവിടുത്തെ ബാങ്കുകൾ, ബസ്സുകളൊക്കെ ആക്രമിക്കുക, അവിടുത്തെ പള്ളികളൊക്കെ പൊളിച്ചു കളയുക, എന്നിട്ട് ആ പേരും പറഞ്ഞിട്ട് ഇറാനിൽ ഭയങ്കര പ്രശ്നമാണെന്ന് കാണിക്കുന്ന കുറേ തീവ്രവാദികൾ. ഇപ്പം നമ്മുടെ നാട്ടിൽ പള്ളി പൊളിക്കുന്ന ആരാ? സംഘി തീവ്രവാദികൾ. അപ്പോൾ ഈ ചെറ്റകളെ നമുക്ക് ഒതുക്കാൻ പറ്റുന്നില്ല, രാജ്യം ഭരിക്കുന്നത് സംഘികളായതുകൊണ്ട്. പക്ഷേ അവിടെ അങ്ങനെയല്ല. അപ്പോൾ അവിടെ ഇരുട്ടിന്റെ മറവിൽ വന്നിട്ട് അവിടുത്തെ സംഘികൾ എന്ന് പറയുന്ന പക്ക ചെറ്റ തീവ്രവാദികളായിട്ടുള്ളവന്മാർ അവിടുത്തെ ബാങ്ക് കൊള്ളയടിക്കുന്നു, ബസ്സുകൾ കത്തിക്കുന്നു, അവിടുത്തെ പള്ളികൾ പൊളിക്കാൻ ട്രൈ ചെയ്യുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന്മാരൊക്കെ അതേപോലെ തൂക്കിയെടുത്തിട്ട് നല്ല സ്റ്റൈലായിട്ട് തലവെട്ടി കളയുന്നുണ്ട് ഇറാനിൽ. അതും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും ആണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ അതും നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടുത്തെ ഇന്റർനെറ്റ് കട്ടായതുകൊണ്ട് ട്രംപ് എന്താ പറയുക, സ്റ്റാർലിങ്ക്, നമ്മുടെ എലൻ മസ്കിന്റെ സ്റ്റാർലിങ്ക് വഴി അങ്ങോട്ട് ഒരു ചാട്ടം ചാടാൻ ട്രൈ ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ എന്നറിയില്ല. അങ്ങനെ ഒരു ന്യൂസ് ഇന്നലെ വന്നിരുന്നു. പക്ഷേ അത് വിദഗ്ധമായിട്ട് ഇറാൻ അത് സ്റ്റോപ്പ് ചെയ്യിച്ചിട്ടുണ്ട്. അതായത് ഇറാൻ യൂസസ് സ്കിൽ സ്വിച്ച് ടു ജാം സ്റ്റാർലിങ്ക് ആസ് പ്രൊട്ടസ്റ്റ് റേഞ്ച് ഓൺ ഡിഡ് ചൈന ഓർ റഷ്യ ഹെൽപ്പ്. അതായത് ചൈനയുടെയും റഷ്യയുടെയും ഹെൽപ്പോടായിരിക്കും എന്നാണ് വിദഗ്ധർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതായത് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇറാൻ നിലവിൽ ഉപയോഗിക്കുന്ന സൈനിക നിലവാരത്തിലുള്ള മിലിറ്ററി ഗ്രേഡ് ഉണ്ട്, ജാമിംഗ് സാങ്കേതിക വിദ്യ ഉണ്ട്. ഇത് വികസിപ്പിക്കാൻ ചൈനയും റഷ്യയും സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ചൈന ഇതേ സംഭവം ഉക്രൈൻ യുദ്ധത്തിൽ സ്റ്റാർലിങ്കിനെ തടയാൻ റഷ്യ പരീക്ഷിച്ച മെർമൻസ്ക് BK, പിന്നെന്താണ് ക്രസുക്ക് 4 തുടങ്ങിയ അത്യാധുനിക ഇലക്ട്രോണിക് വാൾഫെയർ സിസ്റ്റം ഇറാനിലെ ജാമിംഗ് ഇറാനിൽ ഇപ്പോൾ നടന്നിട്ടുള്ള സ്റ്റാർലിങ്ക് ജാമിംഗ് ഇങ്ങനെ നടത്തുന്നത് അത് ഏകദേശം ഇതേ സിസ്റ്റം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് റഷ്യയുടെ സപ്പോർട്ട് നല്ല രീതിയിൽ ഇറാന് ഈ പറഞ്ഞ കാര്യങ്ങളിൽ കിട്ടുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ചൈനയുടെ പങ്കും പറയുന്നുണ്ട്. സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ എങ്ങനെയും തടയാൻ ചൈനീസ് ഗവേഷകർ തയ്യാറാക്കി ചില പഠനങ്ങളുണ്ട്. പ്ലേ ബുക്ക് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ് ഇറാൻ ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ചൈനയുടെ സപ്പോർട്ടോട് കൂടിയിട്ടും ഈ സ്റ്റാർലിങ്ങിൻ്റെ ഈ ഉപഗ്രഹങ്ങളുടെ ഈ ഡാറ്റ ലീക്കിംഗ് തടയാൻ വേണ്ടിയിട്ട് അവരത് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈ പവർ മൈക്രോവേവ് ജാമിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇറാനിലെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ചൈനയുടെയും റഷ്യയുടെയും ഇത്തരത്തിലുള്ള ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ എലൻ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ത്രൂ അവിടുത്തെ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാനുള്ള ശ്രമങ്ങൾ, അവിടുത്തെ ഡാറ്റ ക്യാപ്ചർ ചെയ്യാനുള്ള ശ്രമങ്ങളും നമ്മുടെ ഖമൈനി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇറാനിൽ നടക്കുന്നത് ഈ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളെക്കാൾ കൂടുതൽ ഭരണത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രക്ഷോഭങ്ങളാണ്. ഓരോ ദിവസം കൂടുന്തോറും ഈ എന്താ പറയുക, ഭരണവിരുദ്ധ സപ്പോർട്ടുകൾ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സിൻ്റെ എണ്ണം കുറയുന്നു, മറ്റൊരു കൂടുന്നു. രാജ്യത്തിൻ്റെ പുറത്ത് ഇതുപോലെ ഫേക്ക് ഐഡികളിൽ നടക്കുന്ന മൊസാദ് ഏജൻസിമാരും ബാക്കിയുള്ള ആളുകളും ഇതിനെ ഊതി വീർപ്പിക്കാനുള്ള ട്രൈ ചെയ്യുന്നുണ്ട്. ഏതാണെങ്കിലും അറിയില്ല, നമുക്ക് നോക്കാം. ഇന്ന് രാത്രിയോടൊക്കെ കൂടെ അറിയാൻ പറ്റും. കുറേ ദിവസമായാലും ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറയുന്നത്. ഏതായാലും നെതന്യാഹു പേടിച്ച് പിന്മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. ഇനി ട്രംപ് പറഞ്ഞ സ്ഥിതിക്ക് പേരിനെങ്കിലും ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് എവിടെയൊക്കെയാണ് നമ്മുടെ വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ പറഞ്ഞ ഖത്തറിലും സൗദിയിലും ഒക്കെ തിരിച്ച് ഇറാൻ്റെ ബോംബിങ് വന്നു കഴിഞ്ഞാൽ അത് മൊത്തം പ്രവാസികൾക്കും അവിടുത്തെ ആളുകൾക്കും ലോകത്തിലെ സകല ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പം ഈവൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സംഖ്യകളെ നിങ്ങളും ആലോചിച്ചോ, നിങ്ങൾക്കും കിട്ടും മൂട്ടിൽ പൊട്ടുക. അതുകൊണ്ട് സംഖ്യൻ്റെ വിചാരം, സംഖ്യ എവിടെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് തമ്പുരാൻ അറിയില്ലേ. ഏതായാലും കുഴപ്പമില്ല. അപ്പം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.